നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാൽ നൂറ്റാണ്ടിനിടയിൽ തായ്വാനിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞത്. 9 പേർ കൊല്ലപ്പെട്ടു, 143 പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാത്രി 10 മണിവരെയുള്ള കണക്കുകൾ പ്രകാരമാണ് 9 പേർ മരിച്ചുവെന്നും ഈ മരിച്ചവരിൽ 5 സ്ത്രീകളും 4 പുരുഷന്മാരും ഉൾപ്പെടുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. ബുധനാഴ്ച ഹുവാലിയൻ നഗരത്തെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പം 7.2 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. 25 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു ഇതെന്ന് സെൻട്രൽ വെതർ അഡ്മിനിസ്ട്രേഷൻ സീസ്മോളജിക്കൽ സെന്റർ വ്യക്തമാക്കി. തായ്വാനിലെ ശക്തമായ ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാദേശിക അധികാരികൾ നൽകുന്ന ഉപദേശങ്ങൾ പാലിക്കാൻ ഇന്ത്യൻ തായ്പേ അസോസിയേഷൻ ഇവിടെ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരോട് അപേക്ഷിച്ചിരിക്കുകയാണ്. സഹായത്തിനും മാർഗനിർദ്ദേശത്തിനുമായി ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തായ്വാനിലെ ഇന്ത്യൻ പൗരന്മാരോട് അവരുടെ പ്രാദേശിക നെറ്റ്വർക്കുകൾ വഴി ഈ ഒരു നിർദ്ദേശം മറ്റുള്ളവർക്കും കൂടി പങ്കിടാൻ അപേക്ഷിച്ചിട്ടുമുണ്ട്. അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറായി ഇന്ത്യ തായ്പേ അസോസിയേഷൻ നൽകിയിരിക്കുന്നത് ഈ നമ്പറാണ് 0905247906 എന്ന നമ്പറിൽ തായ്വാനിലെ ഇന്ത്യൻ പൗരന്മാർക്ക് അടിയന്തര സാഹചര്യത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. എന്തായാലും ഒരുപാട് ആൾക്കാർക്കാണ് പരിക്കേറ്റത് ഈ ഒരു ഭൂചലനത്തിൽ. തലസ്ഥാന നഗരമായ തായ്പേ സിറ്റിയിൽ നിന്നും നടുക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നത്. ദുരന്ത വ്യാപ്തി കൂടാമെന്ന സൂചനയും ദൃശ്യങ്ങൾ നൽകുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ തുടർ ചലനങ്ങൾ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അധികൃതർ നൽകിയിട്ടുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. 1999-ൽ 2400 പേരുടെ മരണത്തിനിടയാക്കിയ 7.6 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്രയും ശക്തമായ പ്രകമ്പനം വർഷങ്ങൾക്കിപ്പുറം ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി ബഹുനില കെട്ടിടങ്ങൾ നിലംപൊത്തി. തായ്പേ സിറ്റിയിൽ പൊടിപടലം നിറഞ്ഞു നിൽക്കുകയാണ്. 7.4 തീവ്രതയുള്ള ഭൂചലനത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ തായ്വാനിലും ജപ്പാന്റെ ദക്ഷിണ മേഖലയിലും ഫിലിപ്പീൻസിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദുരന്തത്തിൽ ചിലർ മരിച്ചത് മണ്ണിടിച്ചിലിനെ തുടർന്നെന്നാണ് വിവരം. മല കയറാൻ പോയ 3 പേർ തെറിച്ചു വന്ന പാറക്കല്ലുകൾ ഇടിച്ചു മരിച്ചു. ഇതുവഴി പോവുകയായിരുന്ന ട്രക്ക് ഡ്രൈവർ മരിക്കുകയുണ്ടായി. വാഹനത്തിന് മുകളിലേക്ക് മണ്ണും പാറക്കല്ലും ഇടിഞ്ഞു വീണാണ് ട്രക്ക് ഡ്രൈവർ മരിച്ചത്. റോഡുകളിൽ ഉണ്ടായ തടസ്സം ബുൾഡോസർ ഉപയോഗിച്ച് മാറ്റി. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും രംഗത്തുണ്ട്. എന്തായാലും വലിയൊരു ഭൂകമ്പം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും തായ്വാനെ നടുക്കിയ വിറപ്പിച്ച ഏറ്റവും വലിയ ഭൂകമ്പം. തായ്വാൻ മാത്രമല്ല ലോകം മുഴുവൻ നടുങ്ങിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ചിത്രങ്ങളും ഒക്കെ കണ്ടതാണ്. അത്രയും തീവ്രത നിറഞ്ഞ ഒരു ഭൂചലനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ തീവ്രത അത്രത്തോളം വ്യാപ്തി ഉണ്ട് എന്നത് തെളിയിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ അവിടെ നിന്ന് പുറത്തു വരികയാണ്. രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിക്കുകയാണ്. തുടർ ചലനങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്, അതുപോലെ തന്നെ ജപ്പാനിൽ സുനാമി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്, ഇതൊക്കെ മുന്നിൽ നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.